നെറ്റ്വർക്ക് ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അറേബ്യൻ ജ്വല്ലേഴ്സ് പയ്യന്നൂർ ആൻഡ്രകരിപ്പൂർ, കല്ലറക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ, സ്കൈ ഗോൾഡ് പത്തരമാറ്റിന്റെ ആത്മബന്ധം, സുനിത ഫർണിച്ചർ, സുനിത ടവർ, താവക്കര, കണ്ണൂർ. നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കർഷക ജനദ്രോഹ നയങ്ങൾക്കെതിരെ വിവിധ കേന്ദ്രങ്ങളിൽ കർഷക പ്രതിഷേധ സന്ധ്യ. മാടായിപ്പാറയിൽ വീണ്ടും തീപിടുത്തം. പ്രദേശത്ത് ഫയർ സ്റ്റേഷൻ ആരംഭിക്കണമെന്ന ആവശ്യം ശക്തം. പത്താംതരം തുല്യതാ പരീക്ഷയിൽ സംസ്ഥാനത്ത് തന്നെ മികച്ച നേട്ടവുമായി സാക്ഷരതാ മിഷൻ പയ്യന്നൂർ വികസന കേന്ദ്രം. പെരിങ്ങളേട്ടം നടക്കുന്ന കുഞ്ഞിമംഗലം ശ്രീ വടക്കൻകുവൽ ഭഗവതി ക്ഷേത്രത്തിൽ വരച്ചുവെക്കൽ ചടങ്ങ് നടന്നു. വടക്കത്തി ഭഗവതിയുടെ കോലമണിയാൻ നിയോഗം രാജേഷ് പെരുവണ്ണാന്. നാട്ടിൻപുറങ്ങളിൽ വീണ്ടും നാടകവേദികൾ സജീവം. വിശദമായ വാർത്തകളിലേക്ക്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കർഷക ജനദ്രോഹ നയങ്ങൾക്കെതിരെ വിവിധ കേന്ദ്രങ്ങളിൽ കർഷക പ്രതിഷേധ സന്ധ്യ സംഘടിപ്പിച്ചു. കരിവള്ളൂരിൽ അഡ്വക്കേറ്റ് പി സന്തോഷും ഓണക്കുന്നിൽ സി സത്യപാലനും ഉദ്ഘാടനം ചെയ്തു. കാർഷിക മേഖലയിൽ മോദി ഉമ്മൻചാണ്ടി സർക്കാരുകൾ സൃഷ്ടിച്ച പ്രതിസന്ധി ഉടൻ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിഷേധ സന്ധ്യ സംഘടിപ്പിച്ചത്. കരിവള്ളൂർ ബസാറിൽ നിന്നും ആരംഭിച്ച പ്രകടനം രക്തസാക്ഷി നഗർ ചുറ്റി സമ്മേളന നഗരിയിൽ സമാപിച്ചു. തുടർന്ന് അഡ്വക്കേറ്റ് പി സന്തോഷ് പ്രതിഷേധ സന്ധ്യ ഉദ്ഘാടനം ചെയ്തു. അവരുടെ ജീവിതം മെല്ലെ മെല്ലെ പിച്ചവെക്കാൻ തുടങ്ങി. പക്ഷേ ഇതാ ഇന്ന് കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും തുടരുന്ന സമീപനങ്ങൾ കൃഷിക്കാരന്റെ ജീവിതം അപ്രസക്തമാക്കുന്ന തരത്തിലേക്ക് പോകുന്നു. തോട്ടമേഖലയുൾപ്പെടെ വിദേശ കുത്തകകളുടെ കയ്യിൽ അകപ്പെടുകയാണെന്നും റബ്ബർ വിലയിടിവ് തടയുന്നതിൽ സർക്കാർ പരാജയമാണെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ അഡ്വക്കേറ്റ് പി സന്തോഷ് പറഞ്ഞു. ചടങ്ങിൽ സുകുമാരൻ അധ്യക്ഷനായി, എം ശശിമോഹനൻ സംസാരിച്ചു. ഓണക്കുന്നിൽ നടന്ന പ്രതിഷേധ സന്ധ്യ CPIM ജില്ലാ കമ്മിറ്റി അംഗം സി സത്യപാലൻ ഉദ്ഘാടനം ചെയ്തു. കാർഷിക മേഖലയ്ക്ക് സംഭവിക്കാൻ പോകുന്ന ദുരന്തങ്ങൾ എന്തൊക്കെയായിരിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പക്ഷെ എപ്പോഴും സംഭവിക്കുക, അത്തരം മുന്നറിയിപ്പുകൾ നമ്മൾ ജീവിതത്തിൽ അനുഭവിക്കുന്നത് വരെ അതിനെ വിശ്വാസത്തിലെടുക്കാൻ പലപ്പോഴും നമ്മളാരും തയ്യാറാകാറില്ല. കർഷക സംഘം കരിവള്ളൂർ സൗത്ത് വില്ലേജ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് കൂട്ടായ്മ സംഘടിപ്പിച്ചത്. റബ്ബർ കൃഷിയിടങ്ങളിൽ കണ്ണീരും മരണഭീതിയുമാണ് അവശേഷിക്കുന്നതെന്നും കാർഷിക മേഖലയിൽ സർക്കാർ പ്രതിസന്ധി സൃഷ്ടിക്കുകയാണെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ സി സത്യപാലൻ പറഞ്ഞു. ചടങ്ങിൽ KV കുഞ്ഞിരാമൻ മാസ്റ്റർ അധ്യക്ഷനായി. TK സുരേന്ദ്രൻ മാസ്റ്റർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. മാടായിപ്പാറയിൽ വീണ്ടും തീപിടുത്തം. ജൈവ വൈവിധ്യങ്ങൾ കത്തിച്ചാമ്പലായി. പ്രദേശത്ത് ഫയർ സ്റ്റേഷൻ ആരംഭിക്കണമെന്ന ആവശ്യം ശക്തം. മാടായിപ്പാറയിൽ വീണ്ടും തീക്കളി. ഞായറാഴ്ച ഉച്ചയോടെയാണ് തീ പടർന്നത്. മരിയാഭവന് സമീപത്തു നിന്നാണ് ആദ്യം തീ പടർന്നത്. നിമിഷനേരം കൊണ്ട് തീ ആളിപ്പടർന്നു. തീയോടൊപ്പം പുകയുമുയർന്നത് മാടായിപ്പാറ വഴിയുള്ള റോഡ് ഗതാഗതം ഏറെ നേരം സ്തംഭിച്ചു. അപൂർവ ഇനങ്ങളിൽപ്പെട്ട സസ്യ ജൈവ വൈവിധ്യങ്ങൾ അഗ്നി വിഴുങ്ങി. മാടായിപ്പാറയിൽ അപൂർവമായി കണ്ടുവരുന്ന പൂമ്പാറ്റകളും ചെറുപക്ഷികളുമെല്ലാം ഇരിഞ്ഞമർന്നു. പയ്യന്നൂരിൽ നിന്നും ഫയർഫോഴ്സ് എത്തുമ്പോഴേക്കും പാറ മുഴുവൻ തീ പടർന്നിരുന്നു. ആകെ എത്തിയത് ഒരു ഫയർഫോഴ്സ് വണ്ടി മാത്രമായിരുന്നു. ഇതിലെ വെള്ളം കൊണ്ട് തീയണക്കാൻ ജീവനക്കാർ നന്നേ പാടുപെട്ടു. നാട്ടുകാർ കൂടി തീയണക്കാൻ ഇറങ്ങിയതോടെ മണിക്കൂറുകൾക്ക് ശേഷം തീ നിയന്ത്രണ വിധേയമായി. മാടായിപ്പാറയിൽ എല്ലാ വർഷവും തീപിടുത്തമുണ്ടാകാറുണ്ട്. പഴയങ്ങാടി കേന്ദ്രീകരിച്ച് ഫയർ സ്റ്റേഷൻ ആരംഭിക്കണമെന്ന ജനങ്ങൾ മുറവിളി കൂട്ടുന്നുണ്ടെങ്കിലും യാതൊരു ഫലവുമില്ലെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. മുഴുവൻ കത്തി ചാമ്പലാവുകയാണ്. ഇത് കാണുന്നില്ല. ഈ ലോകം മുഴുവൻ അറിയപ്പെടുന്ന മാടായിപ്പാറയാണ് ഇത്തരത്തിൽ ദാരുണമായി കത്തിയമർന്നു പോകുന്നത്. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം നാട്ടുകാരെന്ന നിലയിൽ ഞങ്ങൾ രേഖപ്പെടുത്തുകയാണ്. ഫയർ സ്റ്റേഷൻ്റെ ആവശ്യകത എത്രയും പെട്ടെന്ന് ഇവിടെ നിർമ്മിക്കേണ്ടതിൻ്റെ അല്ലെങ്കിൽ ഉണ്ടാക്കേണ്ടതിൻ്റെ ആവശ്യകതയാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത്. നിർബന്ധമാണ് മാടായിപ്പാറയുടെ സംരക്ഷണത്തിന് ഫയർ സർവീസ്. അതിവിടെ എത്രയും പെട്ടെന്ന് നിർമ്മിക്കണമെന്നാണ് പറയാനുള്ളത്.
അടിയന്തരമായി പഴയങ്ങാടിയിൽ ഫയർ സ്റ്റേഷൻ ആരംഭിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ജൈവവൈവിധ്യങ്ങൾ കത്തിച്ചാമ്പലാകുമ്പോഴും അധികൃതരുടെ നിസ്സംഗത വ്യാപക പ്രതിഷേധത്തിന് കാരണമാകുന്നു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. 32 വർഷങ്ങൾക്ക് ശേഷം പെരുങ്കളിയാട്ടം നടക്കുന്ന കുഞ്ഞിമംഗലം ശ്രീ വടക്കൻകോവിൽ ഭഗവതി ക്ഷേത്രത്തിൽ വരച്ചുവെക്കൽ ചടങ്ങ് നടന്നു. വടക്കത്തി ഭഗവതിയുടെ കോലമണിയാൻ നിയോഗം രാജേഷ് പെരുവണ്ണാന്. ക്ഷേത്രസന്നിധിയിൽ രാവിലെ നടന്ന വിവിധ ചടങ്ങുകൾക്ക് ശേഷമാണ് വരച്ചുവെക്കൽ ചടങ്ങിന് തുടക്കമായത്. ക്ഷേത്രം ജോത്സ്യന്റെ നേതൃത്വത്തിൽ ക്ഷേത്രനടയിൽ നടന്ന പ്രശ്നചിന്തയിൽ കളിയാട്ടം നടത്തുന്നതുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും തീരുമാനമായി. തുടർന്നാണ് പ്രധാന ആരാധനാമൂർത്തിയായ വടക്കത്തി ഭഗവതിയുടെ കോലധാരിയെ കണ്ടെത്തുന്നതിനുള്ള പ്രശ്നചിന്ത നടത്തിയത്. പ്രശ്നചിന്തയിൽ രാജേഷ് പെരുവണ്ണാന് കോലധാരിയാവാനുള്ള നിയോഗം ലഭിച്ചു. കുട്ടിക്കാലം തൊട്ടേ തെയ്യം കലാരംഗത്തുള്ള രാജേഷ് പെരുവണ്ണാൻ കുഞ്ഞിമംഗലം പുറത്തെരുവത്ത് മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിലുൾപ്പെടെ പെരുങ്കളിയാട്ടത്തിൽ പ്രധാന തെയ്യക്കോലം അണിഞ്ഞിട്ടുണ്ട്. വരച്ചുവെക്കൽ ചടങ്ങിന് ശേഷം ക്ഷേത്രം സ്ഥാനികർ കോലധാരിക്ക് കൊടിയില നൽകുകയും തലയിൽ മഞ്ഞൾ കുറിയിട്ട് അനുഗ്രഹിക്കുകയും ചെയ്തു. ഇതോടെ ചടങ്ങ് പൂർത്തിയായി. തുടർന്ന് രാജേഷ് പെരുവണ്ണാൻ ക്ഷേത്ര പരിസരത്ത് പ്രത്യേകം സജ്ജമാക്കിയ അണിയറയിൽ വ്രതം ആരംഭിക്കുകയും ചെയ്തു. 7-നാണ് ക്ഷേത്രത്തിൽ പെരുങ്കളിയാട്ടം ആരംഭിക്കുന്നത്. സമാപന ദിവസമായ 10-ന് ഉച്ചയ്ക്ക് 12 മണിയോടെ വടക്കത്തി ഭഗവതിയുടെ തിരുമുടി ഉയരും. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. 10ാം തരം തുല്യതാ പരീക്ഷയിൽ സംസ്ഥാനത്ത് തന്നെ മികച്ച നേട്ടവുമായി സാക്ഷരതാ മിഷൻ പയ്യന്നൂർ വികസന കേന്ദ്രം. 94% വിജയമാണ് ഇത്തവണ കേന്ദ്രം കരസ്ഥമാക്കിയത്. സംസ്ഥാന സർക്കാരിന് കീഴിൽ പ്രവർത്തിച്ചു വരുന്ന സാക്ഷരതാ മിഷൻ പയ്യന്നൂർ വികസന വിദ്യാകേന്ദ്രത്തിൽ കഴിഞ്ഞ SSLC തുല്യതാ പരീക്ഷയിൽ 32 പേരാണ് പരീക്ഷ എഴുതിയത്. പരീക്ഷ എഴുതിയവരിൽ നിന്നും 94% വിജയം നേടി. പയ്യന്നൂർ LLA ലൈബ്രറിയിൽ ചേർന്ന അനുമോദന ഉപഹാര ചടങ്ങിൽ വിദ്യാർത്ഥികളടക്കം നിരവധി പേർ പങ്കെടുത്തു. പയ്യന്നൂർ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ KP ജ്യോതിയുടെ അധ്യക്ഷതയിൽ നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് ശശി വട്ടക്കോൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികൾക്കായുള്ള ഉപഹാര സമർപ്പണം പയ്യന്നൂർ നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി ബാലൻ നിർവഹിച്ചു. തുടർച്ചയായി ഇത് 9ാം തവണയാണ് സാക്ഷരതാ മിഷൻ വിദ്യാകേന്ദ്രത്തിന് മികച്ച വിജയം ലഭിക്കുന്നത്. 4 തവണ 100% വിജയവും ഈ വികസന കേന്ദ്രം നേടിയിട്ടുണ്ട്. അനുമോദന ഭാഷണം പയ്യന്നൂർ കുഞ്ഞിരാമൻ നിർവഹിച്ചു. കൗൺസിലർമാരായ ഇന്ദുലേഖ പുത്തലത്ത്, വി നന്ദകുമാർ, ശ്രീജ AK, നസീമ A, K ശിവകുമാർ, PP ലക്ഷ്മിക്കുട്ടി ടീച്ചർ, ശങ്കരം കോറൂം തുടങ്ങിയവർ ആശംസയർപ്പിച്ച് സംസാരിച്ചു. അച്യുതൻ പുത്തലത്ത് ചടങ്ങിന് നന്ദി പ്രകാശിപ്പിച്ചു. ചടങ്ങിന്റെ ഭാഗമായി 10ാം ക്ലാസ് തുല്യതാ പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾ തങ്ങളുടെ അനുഭവങ്ങൾ സദസ്യരുമായി പങ്കുവച്ചു. കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് ഫ്രണ്ട് ഹോസ്ദുർഗ് താലൂക്ക് സമ്മേളനം തൃക്കരിപ്പൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. സഹകരണ ബാങ്ക് സംസ്ഥാന വൈസ് പ്രസിഡന്റ് K വെളുത്തമ്പു ഉദ്ഘാടനം ചെയ്തു. സഹകരണ ജീവനക്കാരുടെ അവകാശങ്ങൾക്ക് വേണ്ടി ഉജ്ജ്വലമായ സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്ത സംഘടനയാണ് കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് ഫ്രണ്ട്. കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് ഫ്രണ്ട് ഹോസ്ദുർഗ് താലൂക്ക് സമ്മേളനം തൃക്കരിപ്പൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. സംസ്ഥാന സഹകരണ ബാങ്ക് വൈസ് പ്രസിഡന്റ് K വെളുത്തമ്പു ഉദ്ഘാടനം ചെയ്തു. KCEF സംസ്ഥാന ട്രഷറർ PK രാജീവൻ ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തി. 5 വർഷക്കാലത്തെ ഐക്യജനാധിപത്യ മുന്നണിയുടെ ഭരണത്തിൽ വളരെ വേഗത്തിൽ ശമ്പള പരിഷ്കരണം നടപ്പാക്കാൻ സാധിച്ചുവെന്ന് മുഖ്യപ്രഭാഷണം നടത്തിയ PK രാജീവൻ അഭിപ്രായപ്പെട്ടു. സംസ്ഥാന നിർവാഹക സമിതി അംഗം ശ്രീധരൻ കാരക്കോട്, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ K ദിനേശൻ, KV മോഹൻകുമാർ, രുദ്രാകുമാരി, രഘുനാഥൻ, P വിനോദ് കുമാർ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. താലൂക്ക് പ്രസിഡന്റ് P രമേശൻ നായർ അധ്യക്ഷനായി. സമ്മേളനത്തിന്റെ ഭാഗമായി യാത്രയപ്പ് സമ്മേളനം, സംഘടനാ ചർച്ച എന്നിവയും നടന്നു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിന് പുതിയ കെട്ടിടം നിർമ്മിക്കാൻ പദ്ധതി സർക്കാരിൽ സമർപ്പിച്ചു. 3 കോടി രൂപ ചെലവിൽ താവം വ്യവസായ എസ്റ്റേറ്റിലാണ് കെട്ടിടം നിർമ്മിക്കാൻ പദ്ധതിയൊരുങ്ങുന്നത്. നേരത്തെ തളിപ്പറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് വിഭജിച്ചാണ് കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് നിലവിൽ വന്നത്. ചെറുകുന്ന്, കണ്ണപുരം, മാടായി, മാട്ടൂൽ, ഏഴോം, ചെറുതാഴം, കല്യാശ്ശേരി തുടങ്ങി പഞ്ചായത്തുകൾ ഉൾപ്പെടുന്നതാണ് കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത്. വികസന രംഗത്ത് മികച്ച പ്രവർത്തനം കാഴ്ചവെക്കാൻ മുൻ ഭരണസമിതിക്ക് സാധിച്ചിരുന്നു. സ്വന്തമായി കെട്ടിടമില്ലാത്തത് ഏറെ പ്രതിസന്ധിക്ക് കാരണമായിരുന്നു. ഇപ്പോൾ ഇരിണാവിലെ വാടക കെട്ടിടത്തിലാണ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രവർത്തിക്കുന്നത്. പുതിയ ഭരണസമിതിയുടെ നേതൃത്വത്തിലാണ് പുതിയ കെട്ടിടം പണിയാൻ പദ്ധതി സമർപ്പിച്ചത്. താവം വ്യവസായ എസ്റ്റേറ്റിലാണ് പുതിയ കെട്ടിടം പണിയുക. 3 കോടി ചെലവ് പ്രതീക്ഷിക്കുന്ന എസ്റ്റിമേറ്റ് ഭരണസമിതി സർക്കാരിൽ സമർപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള എല്ലാ ഓഫീസുകളും ഉൾപ്പെടുന്നതായിരിക്കും പുതിയ കെട്ടിടമെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് VV പ്രീത പറഞ്ഞു. ഇതെല്ലാം വെച്ചുകൊണ്ട് ഈ വർഷത്തെ ഗവൺമെന്റ് നമ്മുടെ ഭരണസമിതിയുടെ ആദ്യത്തെ ബോർഡ് തന്നെ
നമ്മുടെ ബിൽഡിംഗ് എന്നുള്ള ഒരു സ്വപ്നം സാക്ഷാത്കരിക്കാൻ വേണ്ടി നമ്മുടെ ഒരു ഭരണസമിതി അത് പാസ്സാക്കുകയും താവം വ്യവസായ എസ്റ്റേറ്റിലേക്ക് ഭരണസമിതി നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ മനോഹരമായ ഒരു ബിൽഡിംഗ് എന്നുള്ളതിൽ തന്നെ 3 കോടി രൂപയോളം നമ്മളതിന് കണ്ടുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഓഫീസ് കെട്ടിടം വളരെ മനോഹരമായി കൊണ്ട് താവം വ്യവസായ എസ്റ്റേറ്റിൽ പണിയണമെന്നുള്ളത് ഭരണസമിതി തീരുമാനിക്കുകയും അതിൻ്റെ മുന്നൊരുക്ക പ്രവർത്തനം എന്നുള്ളതിൽ നമ്മുടെ എക്സിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നിർവഹിക്കുകയും അതുപോലെ തന്നെ ഗവൺമെൻറ്റിലേക്ക് നമ്മൾ ഇത് വീഡിയോ മുഖാന്തരം നമ്മൾ ഈ പ്രപ്പോസൽ നമ്മൾ സമർപ്പിച്ചു കഴിഞ്ഞു. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. അമ്പലപ്പറമ്പുകളിലെ പുരാണ നാടകങ്ങളിലേക്ക് ചുരുങ്ങിപ്പോയ മലയാള നാടകം വീണ്ടും ഉണരുകയാണ്. നാട്ടിൻപുറങ്ങളിൽ വീണ്ടും നാടകവേദികൾ സജീവമായി കഴിഞ്ഞു. അന്ധകാരത്തിൻ്റെ ചെറിയൊരിടവേള കഴിഞ്ഞ് നാടകം വീണ്ടും ഉണരുകയാണ്. നാടകം കളിക്കുന്നിടത്തൊക്കെ വലിയ ജനപങ്കാളിത്തമാണ് അനുഭവപ്പെടുന്നത്. നാടകം മരിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞവരുടെ നാവടപ്പിക്കുമാറ് നാടകങ്ങളെ വീണ്ടും ജനങ്ങൾ ഏറ്റുവാങ്ങുകയാണ്. കേരളത്തിൻ്റെ സാംസ്കാരിക ചരിത്രത്തിൽ നാടകങ്ങൾ വഹിച്ച പങ്ക് ചെറുതായിരുന്നില്ല. അങ്ങനെ ഓർക്കുണ്ടായി നല്ല മൊഞ്ചുള്ളൊരു മാപ്പിളക്കുട്ടി. ഇടോ അതല്ലേ ഈ മലയ്ക്ക് പോകുമ്പോ ആദ്യം വാവരസ്വാമിന്റെ പള്ളി കയറുന്നത്. ഇടോ ഏട്ടനഞ്ചന്മാരാണോ? സ്റ്റാനിസ്ലാവ്സ്കി എന്ന റഷ്യൻ നാടക പ്രവർത്തകൻ പറഞ്ഞ വാക്യമാണ്, ഡെത്ത് ഓഫ് തിയേറ്റർ ഈസ് എ നാഷണൽ കലാമിറ്റി. നാടകവേദിയുടെ മരണം ഒരു ദേശീയ ദുരന്തമാണ്. ഗാന്ധി അദ്ദേഹത്തിൻ്റെ ഗ്രാമസ്വരാജ് എന്ന സങ്കല്പം ഒരു ലേഖനത്തിൽ അവതരിപ്പിച്ചപ്പോൾ എന്തൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട്, ഒരു ഗ്രാമത്തിന് വേണ്ട ധാന്യങ്ങൾ, ഗോതമ്പായാലും നെല്ലായാലും അതവിടെ തന്നെ ഉണ്ടാവണം. ധാരാളം കൈത്തൊഴിലുകാർ വേണം, സ്വന്തം തുണി ഉണ്ടാവണം, ചെരുപ്പ് നന്നാക്കുന്നവരോടെ ഉണ്ടാവണം, നല്ല വിദ്യാലയം വേണം, ജനങ്ങൾക്ക് കൂട്ടായിരിക്കാനുള്ള തോട്ടങ്ങൾ വേണം, മൈതാനം വേണം, കളി വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ഗാന്ധി അവസാനിപ്പിക്കുന്നത് ഓരോ ഗ്രാമത്തിനും അതിൻ്റേതായിട്ടുള്ള നാടകശാല വേണം എന്നാണ്. ടെലിവിഷന്റെ തള്ളിക്കയറ്റം നാടകത്തെ തെല്ലൊന്നുമല്ല തളർത്തിയത്. നാടകങ്ങൾ വീണ്ടും നാടിൻ്റെ അക്കങ്ങളാവുകയാണ്. നാടകങ്ങൾ കാണാൻ ആളുകളേറെയുണ്ടെങ്കിലും ഇവയ്ക്ക് എത്രമാത്രം നിലവാരമുണ്ട് എന്നതും ചോദ്യചിഹ്നമാണ്. പഴയ നാടകങ്ങൾ ജനങ്ങൾ നെഞ്ചേറ്റുക മാത്രമല്ല അനന്തര തലമുറയ്ക്ക് കൈമാറുക കൂടി ചെയ്തു. എന്നാൽ ഇന്നത്തെ നാടകങ്ങളുടെ സാഹിത്യമൂല്യം കുറഞ്ഞു വരുന്നുണ്ടോ എന്ന സംശയവും ബാക്കി നിൽക്കുന്നു. നാടകങ്ങൾ വെറും കാഴ്ചകൾക്കപ്പുറത്തേക്ക് എന്തുകൊണ്ട് വളരുന്നില്ല എന്നതും ഒരു പരിമിതിയായി നിലകൊള്ളുന്നു. പുതിയ കാലത്തെ നാടകങ്ങളുടെ വിപണന സാധ്യത കണ്ടറിഞ്ഞ് 4ഉം 5ഉം നാടകങ്ങൾ ഒരുമിച്ച് എഴുതുന്നവരുമുണ്ടെന്ന് പറയപ്പെടുന്നു. പറഞ്ഞിട്ട് വരുന്ന അധികം നാടകങ്ങളും ആ നിലവാരമുള്ള നാടകങ്ങളാണ്. എങ്കിലും എൻ്റെ അഭിപ്രായത്തിൽ ആ നാടകം കാണാൻ വേണ്ടി വീട് വിട്ട് ഇറങ്ങുന്നു എന്നുള്ളത് തന്നെ കുറച്ച് വിപ്ലവാത്മകമായിട്ടുള്ള കാര്യമാണ്. ആളുകൾ വീട് വിട്ട് പുറത്തേക്ക് പോകുന്നു, അമ്പലത്തിലേക്കല്ല, കല്യാണത്തിനല്ല. അതിനൊന്നും യാതൊരു വിമോചനപരമായ മൂല്യവും ഇല്ല. നിങ്ങൾ ഓഡിറ്റോറിയത്തിൽ പോയിട്ട് കല്യാണത്തിൽ പങ്കെടുക്കുമ്പോൾ അതിൽ വെറും വ്യക്തിപരമായ സുഖം മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ മതത്തിൻ്റെ ഒരു പ്രൊമോഷനാണ് പലപ്പോഴും ദേവാലയങ്ങളിൽ സംഭവിക്കുന്നത്. ഏതായാലും ഇത് നാടകത്തിൻ്റെ തളർച്ചയുടെയോ വളർച്ചയുടെയോ കാലമെന്ന് ഇനി വരുന്ന കാലം വിലയിരുത്തട്ടെ. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. മുഖാരി മൂവാരി സംസ്ഥാന പ്രതിനിധി സമ്മേളനം കണ്ടോന്താർ ഇടമന യു പി സ്കൂളിൽ നടന്നു. മുൻ സംസ്ഥാന പ്രസിഡന്റ് കെ ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. ഉത്തര മലബാറിലെ കണ്ണൂർ കാസർഗോഡ് ജില്ലയിൽ മാത്രം അധിവസിക്കുന്ന ഒരു സമുദായമാണ് മുഖാരി മൂവാരി സമുദായം. ഏകദേശം 3 പതിറ്റാണ്ടോളമായി കേന്ദ്ര സർക്കാർ പ്രസ്തുത സമുദായത്തിന് OBC ആനുകൂല്യം നൽകുന്നുണ്ടെങ്കിലും മാറി മാറി വന്ന സർക്കാർ ഈ നിയമം കണ്ടില്ലെന്ന് നടിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ സംഘടനയെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായാണ് സംഘടനയുടെ സംസ്ഥാന പ്രതിനിധി സമ്മേളനം കണ്ടോന്താർ ഇടമന UP സ്കൂളിൽ നടന്നത്. സമ്മേളനത്തിൻ്റെ ഉദ്ഘാടനം
സംസ്ഥാന പ്രസിഡന്റ് പി വി രാധാകൃഷ്ണന്റെ അധ്യക്ഷതയിൽ മുൻ സംസ്ഥാന പ്രസിഡന്റ് കെ ഗോവിന്ദൻ നിർവഹിച്ചു. കോൺഗ്രസ് ആയാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയാലും അവരുടെ അധികാരത്തിലെത്തിയിട്ട് ഞങ്ങൾ അവരുടെ സമീപിച്ചിരുന്നു. പക്ഷേ ഈ ആരെങ്കിലും ഏത് രാഷ്ട്രീയ പാർട്ടിയോ ഭരണാധികാരികളോ ഞങ്ങൾക്ക് അനുവദിച്ചു തന്നിട്ടില്ല. സമ്മേളനത്തിന്റെ ഭാഗമായി കണ്ണൂർ, കാസർഗോഡ് ജില്ലയിൽ ഇക്കഴിഞ്ഞ SSLC +2 പരീക്ഷയിൽ മുഴുവൻ വിഷയത്തിലും A+ നേടിയ സമുദായാംഗങ്ങളുടെ കുട്ടികളെ അനുമോദിച്ചു. സംസ്ഥാന കമ്മിറ്റി ഭാരവാഹികൾ ഉപഹാര വിതരണം നടത്തി. സ്വാഗത സംഘം ചെയർമാൻ KV കുഞ്ഞികൃഷ്ണൻ, കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്ത് അംഗം KV രാമചന്ദ്രൻ മാസ്റ്റർ, രത്നമണി തെക്കില്ലത്ത്, ഷിബു PP എന്നിവർ ആശംസയർപ്പിച്ച് സംസാരിച്ചു. സമ്മേളനത്തിന്റെ ഭാഗമായി സംഘടനാ റിപ്പോർട്ട് അവതരണം, പ്രവർത്തന റിപ്പോർട്ട് അവതരണം, വരവ് ചെലവ് കണക്ക് അവതരണം, പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുക്കൽ എന്നിവയും നടന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. IRPC പയ്യന്നൂർ സോണൽ കമ്മിറ്റി വളണ്ടിയർ സംഗമം ട്രേഡ് യൂണിയൻ സെന്ററിൽ നടന്നു. നഗരസഭാ അധ്യക്ഷൻ ശശി വട്ടക്കുവൽ ഉദ്ഘാടനം ചെയ്തു. നടന്ന് ആ ഒരു പൊളിഞ്ഞ ഓലക്കൊടിയുമായിട്ട് രാമകൃത്തുമായിട്ട് വളരെ മനോഹരമായി അതിനെ വർണ്ണിച്ചിട്ടുണ്ട്. ആ ഓലക്കൊടിയുടെ ചെടിചെടാന്നുള്ള നാദവും കൃഷ്ണനെ ആലോചിച്ചുകൊണ്ട് നടന്ന് തുരിച്ചു വരുന്ന ആ കൃഷ്ണൻ. KV മോഹനൻ അധ്യക്ഷനായി. ചടങ്ങിൽ ബെസ്റ്റ് വാളണ്ടിയർക്കുള്ള ഉപഹാര വിതരണവും നടന്നു. VRV 7 മുഖ്യപ്രഭാഷണം നടത്തി. കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് VV പ്രീത, TP വിശ്വനാഥൻ, V നന്ദകുമാർ, PV ലക്ഷ്മണൻ എന്നിവർ പ്രസംഗിച്ചു. പരിപാടിയിൽ നിരവധി പേർ സംബന്ധിച്ചു. കാലിക്കടവിൽ നടന്ന സംസ്ഥാന കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പ് കാണികൾക്ക് ആവേശമായി. 2 ദിവസങ്ങളിലായി നടന്നുവന്ന ചാമ്പ്യൻഷിപ്പ് സമാപിച്ചു. കൈകുത്തിപ്പയറ്റുകളും കാലുയർത്തിപ്പയറ്റുകളും ഉൾപ്പെടെ 24 പയറ്റുകളും തെളിഞ്ഞ ചേകവൻ്റെ മനസ്സോടെ അങ്കത്തട്ടിൽ മത്സരാർത്ഥികൾ ഏറ്റുമുട്ടുമ്പോൾ അത് കാണാനെത്തിയവർക്ക് പുതിയൊരനുഭവമായി. പതുങ്ങിച്ചാടി വന്ന ശത്രുവിൽ നിന്ന് ഒഴിഞ്ഞു മാറി ആക്രമണത്തിനായി എടുത്ത ആയുധം പിടിച്ചുവാങ്ങി എതിരാളിയെ കീഴ്പ്പെടുത്തുന്നത് കാണികൾ ശ്വാസമടക്കി പിടിച്ചാണ് കണ്ടത്. 14 ജില്ലകളിൽ നിന്നായി ആൺ പെൺ വിഭാഗത്തിൽ 500 പേരാണ് മാറ്റിവെച്ചത്. സബ് ജൂനിയർ, ജൂനിയർ, സീനിയർ വിഭാഗങ്ങളിലായാണ് മത്സരം. കത്തി, കഠാര, കുറുവടി, ചവിട്ടിപ്പൊങ്ങൽ എന്നിങ്ങനെയാണ് 14 മത്സര ഇനങ്ങൾ. കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പ് കേരള ആയോധന കലയുടെ ശക്തി വിളിച്ചറിയിക്കുന്നതായി. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് സാക്ഷരതാ മിഷൻ 10ാം തരം തുല്യതാ വിജയോത്സവവും സർട്ടിഫിക്കറ്റ് വിതരണവും മാത്തൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് C സത്യപാലൻ ഉദ്ഘാടനം ചെയ്തു. ഇനിയിപ്പോൾ +1 ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നേരത്തെ ഈ വിദ്യാഭ്യാസം നേടാൻ പല കാരണങ്ങളാലും പറ്റാതെ പോയി. കാങ്കുലാലപ്പടമ്പ ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കാഞ്ചന V ഉപഹാര സമർപ്പണം നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് പീയൂഷ ചടങ്ങിൽ അധ്യക്ഷയായി. K രാധാമണി, TVG മാരാർ, ശ്രീ ഹരിപ്രസാദ്, KP രമേശൻ, ശ്രീജ KM എന്നിവർ സംസാരിച്ചു. നിരവധി പേർ ചടങ്ങിൽ സംബന്ധിച്ചു. നെരുവമ്പ്രം ജോളി ആർട്സ് 37ാം വാർഷികം വൈവിധ്യമാർന്ന പരിപാടികളോടെ നടന്നു. TV രാജേഷ് MLA ഉദ്ഘാടനം ചെയ്തു. ഈ രാജ്യത്തിന്റെ പാരമ്പര്യം പഠിക്കേണ്ടത് ഒരു ഗതികേടും എനിക്കുണ്ടായിട്ടില്ല. ധീരനായ ദേശാഭിമാനിയുടെ ഒരു രാജ്യസ്നേഹിയുടെ മകനാണ് ഞാൻ. എനിക്ക് ഈ രാജ്യത്തെ കുറിച്ച് അറിയാം. ഈ രാജ്യത്തിന്റെ മതനിരപേക്ഷതയെ കുറിച്ച് എനിക്കറിയാം. ഈ നാടിന്റെ പാരമ്പര്യത്തെ കുറിച്ചും പൈതൃകത്തെ കുറിച്ചും എനിക്കറിയാം എന്നാണ് ഷാരൂഖ് ഖാൻ. ഏഴോം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് D വിമല അധ്യക്ഷയായി. പ്രശസ്ത കവി സോമൻ കടലൂര് മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ പഞ്ചായത്ത് അംഗം R അജിത, CO പ്രഭാകരൻ, CV കുഞ്ഞിരാമൻ, PV രാംദാസ്, TV കുഞ്ഞികൃഷ്ണൻ, T സന്തോഷ് തുടങ്ങിയവർ സംബന്ധിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. ജീവിക്കാനായി തീക്കളി. കൊന്നക്കാട് സ്വദേശി ജീവിതം പുലർത്താനായി തെരുവിൽ ഫയർ ഷോ നടത്തുകയാണ്. കാണികളുടെ ചില്ലറ സഹായ പ്രതീക്ഷയിൽ. മണ്ണെണ്ണ വായിൽ ശേഖരിച്ചു വെച്ച് ദേഹത്ത് എണ്ണ തേച്ച് പിടിപ്പിച്ച് ഇരു കൈയിലും കത്തുന്ന തീപ്പന്തമേന്തി ദേഹമാസകലം പന്തം പായിച്ചും വായിൽ കരുതിയ മണ്ണെണ്ണ തീപ്പന്തത്തിലേയൂതി തീജ്വാല പരത്തിയും ജ്യോതിപ്രകാശ് കാണികളെ കയ്യിലെടുക്കുന്നു. കൈപ്പൊള്ളലേൽക്കാൻ സാധ്യതയുള്ള അപകടകരമായ കാഴ്ച കണ്ട് കാണികൾ നൽകുന്ന സഹായം കൊണ്ടാണ് ജ്യോതിപ്രകാശിന്റെ കുടുംബം പുലരുന്നത്. തൃക്കരിപ്പൂർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന ഫയർ ഷോ കാണാൻ നിരവധി പേർ തടിച്ചുകൂടിയതോടെ ജ്യോതിപ്രകാശിന്റെ ബക്കറ്റും നിറഞ്ഞു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ.
കൺസ്ട്രക്ഷൻസ് ആൻഡ് ലോഡിംഗ് വർക്കേഴ്സ് യൂണിയൻ CITU പയ്യന്നൂർ നോർത്ത് ഡിവിഷൻ സമ്മേളനം CITU ഓഫീസിൽ നടന്നു. KK കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും ഒരു പണിയെടുക്കണം തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് നടക്കാത്തൊരവസ്ഥയാണ് ഇപ്പോൾ വന്നു ചേർന്നിട്ടുള്ളത്. ഗവൺമെന്റിന് ഒരു നിയന്ത്രണവുമില്ല ഒരു കാര്യത്തിലും. നേരത്തെ മുഖ്യമന്ത്രിയുമായി ചർച്ച ചെയ്ത് കരാറുണ്ടാക്കി. സമ്മേളനത്തിൽ K കാർത്തികേയൻ അധ്യക്ഷനായി. K രാഘവൻ, OP ഭാസ്കരൻ, R അരീന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു. നിർമ്മാണ തൊഴിലാളി പെൻഷൻ 2000 രൂപയാക്കി വർദ്ധിപ്പിക്കുക, നിർമ്മാണ രംഗത്തെ പ്രതിസന്ധി പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ പ്രമേയത്തിലൂടെ സമ്മേളനം ആവശ്യപ്പെട്ടു. IRPC കാങ്കോൽ ആലപ്പടമ്പ് പഞ്ചായത്ത് വളണ്ടിയർ സംഗമവും പരിശീലനവും കാങ്കോൽ EMS മന്ദിരത്തിൽ നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P ഉഷ ഉദ്ഘാടനം ചെയ്തു. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഇനിഷ്യേറ്റീവ് ഫോർ റീഹാബിലിറ്റേഷൻ ആൻഡ് പാലിയേറ്റീവ് കെയർ IRPC കാങ്കോൽ ആലപ്പടമ്പ പഞ്ചായത്ത് വളണ്ടിയർ സംഗമവും പരിശീലനവും കാങ്കോൽ EMS മന്ദിരത്തിൽ നടന്നു. കാങ്കോൽ ആലപ്പടമ്പ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P ഉഷ ഉദ്ഘാടനം ചെയ്തു. നൽകാൻ വേണ്ടി നമുക്ക് തോന്നുന്ന ആ ഉപകരണം കൊടുക്കുന്നതിനേക്കാൾ നല്ലത് അവരെ പോയി കണ്ട് നല്ല രണ്ട് വർത്തമാനം പറയുകയും അവരുടെ ആ ഒരു വേദനകളും വിഷമതകളും നമ്മൾ മനസ്സിലാക്കി അവരെ 10 മിനിറ്റ് നേരം. സാന്ത്വന ചികിത്സയിലെ കാരുണ്യസ്പർശം എന്ന വിഷയത്തെക്കുറിച്ച് ഡോക്ടർ VC രവീന്ദ്രൻ ക്ലാസ് എടുത്തു. മുൻ കാങ്കോൽ ആലപ്പടമ്പ പഞ്ചായത്ത് പ്രസിഡന്റ് K രാജൻ, IRPC പെരിങ്ങോം സോണൽ കമ്മിറ്റി ജോയിന്റ് കൺവീനർ KV പവിത്രൻ, K സുമേഷ്, K സുധീർ, PV രഘു എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. കണ്ടങ്ങാളി ശ്രീ ഊർപ്പക്ഷി വേട്ടക്കുരുമകൻ ക്ഷേത്രത്തിൽ 12000 തേങ്ങയേറിന് ഒരുക്കങ്ങൾ തകൃതി. ഇതാദ്യമായാണ് ക്ഷേത്രത്തിൽ 12000 ചടങ്ങ് നടക്കുന്നത്. ക്ഷേത്രത്തിൽ ആദ്യമായാണ് ബാലുശ്ശേരിക്കോട്ട ആസ്ഥാനമായ വേട്ടക്കുരുമകൻ ക്ഷേത്രത്തിൽ നടക്കുന്ന 12000 തേങ്ങയേറ് നടക്കുന്നത്. ഊർപ്പഴശ്ശിയും വേട്ടക്കുരുമകനും കുടികൊള്ളുന്ന ക്ഷേത്രത്തിൽ ഒറ്റയും വെടിയും തേങ്ങയേറുമാണ് പ്രധാന വഴിപാടുകൾ. എന്നാൽ നാടിന്റെ സകല പാപക്കറകളും കഴുകിക്കളയാനും ശാന്തിയും സമാധാനവും പുലരുന്നതിനും 12000 തേങ്ങയേറ് അനിവാര്യമാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് ചടങ്ങ് നടത്തുന്നത്. 8, 9 തീയതികളിലാണ് കളമെഴുത്ത് പാട്ടോടെ തേങ്ങയേറ് നടക്കുക. ചെറുവാറ്റയിലത്ത് ഗോവിന്ദൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിലാണ് ചടങ്ങ് നടക്കുന്നത്. ഇതിനാവശ്യമായ തേങ്ങകൾ മുഴുവൻ ക്ഷേത്രത്തിലെത്തിക്കഴിഞ്ഞു. ക്ഷേത്രത്തിൽ കൂടേണ്ട സ്ത്രീകൾ ഈ തേങ്ങകൾ ചെത്തിമിനിക്കെടുക്കുന്ന ജോലിയിൽ വ്യാപൃതരായിരിക്കുകയാണ്. ഇതര ക്ഷേത്രങ്ങളിലെ വനിതാ പ്രതിനിധികളും തേങ്ങ വൃത്തിയാക്കുന്ന ചടങ്ങിൽ വ്യാപൃതരാണ്. കരിവെള്ളൂർ EMS പഠന കേന്ദ്രം കണ്ണൂർ കാസർഗോഡ് ജില്ലയിലെ സ്കൂൾ വിദ്യാർത്ഥികൾക്കായി ചിത്രരചനാ മത്സരം സംഘടിപ്പിച്ചു. ചിത്രകാരൻ സുരഭി ഇയക്കാട് ഉദ്ഘാടനം ചെയ്തു. ഉദ്ഘാടന യോഗത്തിൽ K നാരായണൻ അധ്യക്ഷനായി. M ശശിമോഹനൻ സംസാരിച്ചു. കണ്ണൂർ കാസർഗോഡ് ജില്ലയിലെ UP ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കായാണ് ജില്ലാതല ചിത്രരചനാ മത്സരം സംഘടിപ്പിച്ചത്. കരിവെള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്ത് തലത്തിൽ LP സ്കൂൾ വിദ്യാർത്ഥികൾക്കായി പെൻസിൽ ഡ്രോയിങ് മത്സരവും സംഘടിപ്പിച്ചു. കാരണം ഒരു വര കൊണ്ട് നമുക്കൊരു സമൂഹത്തിലെ പ്രശ്നങ്ങൾ എല്ലാ വരകളിലൂടെ ചെയ്യാൻ വേണ്ടി സാധിക്കും. അതിപ്പോൾ കുട്ടികളുടെ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് കൂടുതൽ ഇതിനോട് താല്പര്യവും അതിൽ പഠിക്കാനുള്ള സൗകര്യങ്ങളും വേറെയാണ്. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി നിരവധി പേർ മത്സരത്തിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. കരികടവ് റിയൽ സോഷ്യൽ ക്ലബ്ബ് മംഗലാപുരം ഒമേഗ ഹോസ്പിറ്റലിന്റെയും ഹാർട്ട് സ്കാൻ ഫൗണ്ടേഷന്റെയും സഹകരണത്തോടെ സൗജന്യ ഹൃദ്രോഗ പ്രമേഹരോഗ നിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു. പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് ചെയർമാൻ VK ബാവ ഉദ്ഘാടനം ചെയ്തു. ദക്ഷിണേന്ത്യയിലെ പ്രഗത്ഭ ഹൃദ്രോഗ ചികിത്സാ വിദഗ്ധരടക്കം 10ഓളം കാർഡിയോളജി ഡോക്ടർമാർ ക്യാമ്പിൽ രോഗനിർണയം നടത്തി. രോഗികൾക്ക് ECG, എക്കോ കാർഡിയോഗ്രാം, ബ്ലഡ് ടെസ്റ്റ്, ഷുഗർ ടെസ്റ്റ് എന്നിവ സൗജന്യമായും ചെയ്തു കൊടുത്തു. കരികടവ് റിയൽ സോഷ്യൽ ക്ലബ്ബ് പരിസരത്ത് നടന്ന പരിപാടി തൃക്കരിപ്പൂർ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VK ബാവ ഉദ്ഘാടനം ചെയ്തു. തീർച്ചയായും തൃക്കരിപ്പൂര് വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരു പ്രദേശം എന്ന നിലയിൽ മുതലയിലെ ഈ കരിയോട് റിയൽ ക്ലബ്ബ് നടത്തിയ വളരെ അനുഗ്രഹമായ ഒരു പരിപാടിയാണ് എന്ന കാര്യം സംശയമില്ല. പിന്നോക്ക വിഭാഗങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഈ പ്രദേശത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ക്യാമ്പ് വളരെയധികം ഉപകാരപ്രദമാകും. പ്രസിഡന്റ് നസീം അലി അധ്യക്ഷതയും സെക്രട്ടറി ബിജു സ്വാഗതവും പറഞ്ഞു. ഡോക്ടർമാരായ K മുകുന്ദ്, AG ജയകൃഷ്ണൻ, ആനന്ദ് കല്യാൺ, അനൂപ് നമ്പ്യാർ, പതാഞ്ജലി കണ്ടികെ, പ്രസന്ന, വിനായക്, ഷെരീഫ് എന്നിവർ ക്യാമ്പിൽ രോഗികളെ പരിശോധിച്ചു. സമീപ പ്രദേശങ്ങളിൽ നിന്നായി 200ഓളം പേർ ക്യാമ്പിന്റെ സേവനം ഉപയോഗപ്പെടുത്തി. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. സമസ്ത കേരള സുന്നി മഹല്ല് ഫെഡറേഷൻ തൃക്കരിപ്പൂർ മണ്ഡലം സമ്മേളനം സമാഗമം 2016 ജനുവരി 7 നടക്കുമെന്ന് സംഘാടകർ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. സമസ്ത കേരള സുന്നി മഹല്ല് ഫെഡറേഷൻ തൃക്കരിപ്പൂർ മണ്ഡല സമ്മേളനം സമാഗമം 2016 ജനുവരി 7 രാവിലെ 10 മുതൽ വൈകുന്നേരം 6 മണി വരെ ചന്ദേര മർഹൂം പൊറോപ്പാട്ട് അബ്ദുള്ള മുസ്ലിയാർ നഗറിൽ നടക്കും. സമ്മേളനത്തിന്റെ ഭാഗമായി
ദുബായ് ഷാർജ ക്ലസ്റ്റർ നൽകുന്ന 1 ലക്ഷം രൂപ ഇനാം കൊടുത്തുകൊണ്ടുള്ള ബെസ്റ്റ് മഹൽ അവാർഡ് വിതരണവും നടക്കും. പരിപാടിയിൽ പാണക്കാട് സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങൾ, ഉസ്താദ് സിംസാറുൽ ഹഖ് ഹുദ്വി, ഉമർ ഫൈസി മുക്കം, ഡോക്ടർ PT അബ്ദുൽ അസീസ് എന്നിവർ സംബന്ധിക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി പ്രവർത്തകരായ TK പൂക്കോയ തങ്ങൾ, CT അബ്ദുൽ ഖാദർ, AGA റഹ്മാൻ, TC കുഞ്ഞബ്ദുള്ള, ഹക്കീം മാസ്റ്റർ, അബ്ദുള്ള MC എന്നിവർ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. കുറുവേലി വിഷ്ണു ശർമ്മ ALP സ്കൂൾ കെട്ടിടോദ്ഘാടനത്തിന്റെ ഭാഗമായി പൂർവ്വ വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് C സത്യപാലൻ ഉദ്ഘാടനം ചെയ്തു. കുറുവേലി വിഷ്ണു ശർമ്മ ALP സ്കൂൾ കെട്ടിടോദ്ഘാടനത്തിന് മുന്നോടിയായാണ് പൂർവ്വ വിദ്യാർത്ഥി അധ്യാപക സംഗമം സംഘടിപ്പിച്ചത്. സംഗമത്തിന്റെ ഉദ്ഘാടനം പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് C സത്യപാലൻ നിർവഹിച്ചു. അതിന് തുടർച്ചയാണ് കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം സാർവത്രികവൽക്കരിക്കപ്പെട്ടത്. എല്ലാ നാടുകളിലും പ്രാഥമിക വിദ്യാഭ്യാസത്തിനു വേണ്ടിയുള്ള വിദ്യാലയങ്ങൾ രൂപപ്പെട്ടത്. സംഘാടക സമിതി ചെയർമാൻ K നാരായണൻ മാസ്റ്റർ അധ്യക്ഷനായി. പൂർവ്വാധ്യാപകരെ ആദരിക്കൽ കാങ്കോലാലപ്പടമ്പ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KM ബാലകേശവൻ നിർവഹിച്ചു. SSG അംഗം PV നാരായണൻ, സ്കൂൾ പ്രധാനാധ്യാപിക V ജയശ്രീ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. കണ്ടോത്ത് മുദ്ര ബീറ്റ്സ് ആൻഡ് സ്റ്റെപ്സ് നൃത്തവിദ്യാലയം കുട്ടികൾക്കായി നൃത്ത പരിശീലന കളരി സംഘടിപ്പിച്ചു. പയ്യന്നൂർ ഹെൽത്ത് ചാരിറ്റബിൾ സൊസൈറ്റി ചെയർമാൻ TI മധുസൂദനൻ ഉദ്ഘാടനം ചെയ്തു. നാല് വയസ്സ് മുതൽ 18 വയസ്സ് വരെയുള്ള കുട്ടികൾക്കായാണ് നൃത്ത പരിശീലന കളരി സംഘടിപ്പിച്ചത്. 50ഓളം കുട്ടികൾ കളരിയിൽ പങ്കെടുത്തു. ഓരോ കുട്ടിയുടെയും അഭിരുചിയും താല്പര്യവും തിരിച്ചറിഞ്ഞ് ക്ലാസിക്കൽ, സെമി ക്ലാസിക്കൽ, വെസ്റ്റേൺ എന്നിങ്ങനെ ഇനം തിരിച്ചാണ് പരിശീലനം നൽകിയത്. TP വിനീത, ജിസി, ഹീര വിജയൻ എന്നിവർ പരിശീലനം നൽകി. പയ്യന്നൂർ ഹെൽത്ത് കെയർ സൊസൈറ്റി ചെയർമാൻ TI മധുസൂദനൻ പരിശീലന കളരി ഉദ്ഘാടനം ചെയ്തു. ചില വർക്ക് ഒന്ന് അങ്ങനെയാണല്ലോ ഈ കലാപരമായിട്ട് പറയേണ്ടത്. പ്രാദേശികമായിട്ടുള്ള പരിപാടികളിലൊക്കെ കുട്ടികളെ നൃത്ത ചുവടുകൾ പഠിപ്പിച്ച് രംഗത്ത് അത് കൊണ്ടുവന്ന് അവതരിപ്പിക്കുന്നതിൽ ഒരു അധ്യാപികയുടെ നിലയിലുള്ള പ്രസിദ്ധ ഗസൽ ഗായിക ബെൻസീറ റഷീദ് ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു. ചിത്രകാരനും ശില്പിയുമായ സുരേന്ദ്രൻ കൂക്കാനം, നാടൻ കലാ ഗവേഷകൻ ഡോക്ടർ RC കരിപ്പത്ത് എന്നിവർ വിശിഷ്ടാതിഥിയായി. KK ഗംഗാധരൻ, C കരുണാകരൻ, TE ഉഷ, TP കമലാഷൻ, N ഗലീഷ്, P ഷിജിത്ത് എന്നിവർ സംബന്ധിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. സുവർണ ജൂബിലി നിറവിൽ പയ്യന്നൂർ വനിതാ പോളിടെക്നിക്. 1 വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷങ്ങൾക്ക് ചൊവ്വാഴ്ച തുടക്കമാകും. സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് ഒരു ഉയർന്ന സ്ഥാപനം എന്ന നിലയിൽ കോറോത്ത് വനിതാ പോളിടെക്നിക് ആരംഭിക്കുന്നു. 1991 ആരംഭിച്ച ഈ സ്ഥാപനം അധ്യയന നിലവാരത്തിലും പാഠ്യേതര പ്രവർത്തനങ്ങളിലും പ്ലേസ്മെന്റ് സൗകര്യത്തിലും ഏറെ മുൻനിരയിലാണ്. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ, കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആൻഡ് ബിസിനസ് മാനേജ്മെന്റ് എന്നീ ബ്രാഞ്ചുകളിലായാണ് കോഴ്സുകൾ നടക്കുന്നത്. 470ഓളം കുട്ടികൾ ഇപ്പോൾ ഈ സ്ഥാപനത്തിൽ പഠിക്കുന്നുണ്ട്. റെസിഡൻഷ്യൽ പദവിയുള്ള സംസ്ഥാനത്തെ ഏക പോളിടെക്നിക്കാണ് പയ്യന്നൂർ വനിതാ പോളിടെക്നിക്. 300ഓളം കുട്ടികൾ സ്ഥാപനത്തിനോട് ചേർന്നുള്ള ഹോസ്റ്റലിൽ താമസിക്കുന്നു. സൗകര്യപ്രദമായ ക്ലാസ് മുറികളും ലാബ് സൗകര്യവുമുള്ള പോളിടെക്നിക്കിൽ യാത്രാ സൗകര്യത്തിനു വേണ്ടി 3 ബസ്സുകളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ചെന്നൈയിലും പൂനെയിലുമുള്ള ഓട്ടോമൊബൈൽ കമ്പനികളുമായുള്ള ഇൻഡസ്ട്രിയൽ ഇൻസ്റ്റിറ്റ്യൂട്ട് നോളജ് ഷെയറിംഗ് പ്രൊജക്ട് പ്രകാരം സ്ഥാപനത്തിൽ നിന്ന് വിജയിച്ചിറങ്ങുന്ന കുട്ടികൾക്ക് പ്ലേസ്മെന്റും ഉറപ്പാക്കുന്നുണ്ട്. കേന്ദ്ര മാനവവിഭവശേഷി വകുപ്പിന്റെ കീഴിലുള്ള കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് ത്രൂ പോളിടെക്നിക് സ്കീം പ്രകാരം ആയിരക്കണക്കിന് യുവതിയുവാക്കൾക്ക് തൊഴിൽ പരിശീലനവും നടത്തിവരുന്നുണ്ട്. KP രാജീവനാണ് പ്രിൻസിപ്പൽ. സിൽവർ ജൂബിലിയുടെ ഭാഗമായി 1 വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടികൾക്കാണ് സംഘാടക സമിതി രൂപം നൽകിയിട്ടുള്ളത്. 5 രാവിലെ 9:30 പോളിടെക്നിക് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ കേന്ദ്ര സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ G ഗോപകുമാർ ഉദ്ഘാടനം ചെയ്യും. സംഘാടക സമിതി ചെയർമാൻ C കൃഷ്ണൻ MLA അധ്യക്ഷനാകും. മുന്നോടിയായി വിളംബര ഘോഷയാത്ര 4 വൈകിട്ട് 3 മണിക്ക് പയ്യന്നൂർ ടൗണിൽ നടക്കും. ശാസ്ത്ര സാങ്കേതിക വിദ്യാഭ്യാസ പ്രദർശനം, കലാസാംസ്കാരിക പരിപാടികൾ, ശാസ്ത്ര സെമിനാറുകൾ, പൂർവ്വ വിദ്യാർത്ഥി സമ്മേളനം, സുവനീർ പ്രകാശനം, പരിസ്ഥിതി സെമിനാർ എന്നിവ നടക്കുമെന്ന് സംഘാടകർ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. നഗരസഭാ അധ്യക്ഷൻ അഡ്വക്കേറ്റ് ശശി വട്ടക്കോവൽ, KP മധു, അഡ്വക്കേറ്റ് CK ഗോപിനാഥ്, KP രാജീവൻ, CV ദയാനന്ദൻ, രാധാകൃഷ്ണൻ KV, U രാജേഷ്, T വേണുഗോപാൽ എന്നിവർ മാധ്യമസമ്മേളനത്തിൽ സംബന്ധിച്ചു. കൃപ മെഡിക്കൽ ഇൻഫർമേഷൻ സെന്റർ പുതിയങ്ങാടി മലബാർ കണ്ണാശുപത്രിയുടെ സഹകരണത്തോടെ നേത്രപരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. മാടായി പഞ്ചായത്ത് പ്രസിഡന്റ് SK ആബിദ ഉദ്ഘാടനം ചെയ്തു. നിരവധി പേർ ക്യാമ്പിൽ പങ്കെടുത്തു. ക്യാമ്പിൽ പങ്കെടുത്തവർക്ക് മലബാർ കണ്ണാശുപത്രിയിൽ വെച്ച തുടർ ചികിത്സയും ലഭ്യമാക്കും.
സൗജന്യ നിരക്കിൽ കണ്ണടയും വിതരണം ചെയ്തു. AP അബ്ദുൽ കരീം, TK ഹമീദ്, TK മുഹമ്മദ്, KP നൌഷാദ്, MT നാസർ, K മഹമ്മൂദ്, സാജു എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. 4-വീലർ 2-വീലർ പാർട്സിന്റെ വിപുലമായ ഷോറൂം പെരുമ്പയിൽ പ്രവർത്തനം ആരംഭിച്ചു. എല്ലാ 2-വീലർ 4-വീലർ കമ്പനികളുടെയും സ്പെയർ പാർട്ടുകളുടെ ഏറ്റവും വലിയ സ്റ്റോക്കോടുകൂടി പയ്യന്നൂർ പെരുമ്പയിൽ SK 4-വീലർ പാർട്സ് ആൻഡ് നെക്സസ് 2-വീലർ പ്രവർത്തനം ആരംഭിച്ചു. നഗരസഭാ ചെയർമാൻ ശശി വട്ടക്കോവലും വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് വിജയകുമാറും ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. ജമാഅത്ത് പ്രസിഡന്റ് SK ഹംസഹാജി, മാനേജിംഗ് ഡയറക്ടർ VKP ഇസ്മായിൽ, മാനേജിംഗ് പാർട്ണർമാരായ VKP സമീർ, VKP ഹനീഫ, SK മുഹമ്മദ് അലി, നക്ലസ് മുഹമ്മദ് കുഞ്ഞി എന്നിവർ സംസാരിച്ചു. ഇനി മാറ്റുലി. മാറ്റുലി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ സ്വപ്നഭവനം യാഥാർത്ഥ്യമാക്കാൻ ലോകപ്രശസ്ത നിർമ്മാതാക്കളുടെ സിമന്റ്, സ്റ്റീൽ, വയറിംഗ്, പ്ലംബിംഗ്, സാനിറ്ററി വെയർ, ബാത്റൂം ഫിറ്റിംഗ്സ്, പെയിന്റ് എന്നിവ തിരഞ്ഞെടുക്കാൻ KVDS മൈ സ്വീറ്റ് ഹോം മാത്തിൽ. വിലക്കുറവ്, ഗുണമേന്മ. KVDS മൈ സ്വീറ്റ് ഹോം, BSNL സമീപം, മാത്തിൽ. നേതാക്കൾ ഇടപെട്ടാൽ കണ്ണൂർ ജില്ലയിൽ സമാധാനം പുലരുമോ? ഈ വിഷയത്തോടുള്ള പ്രേക്ഷക പ്രതികരണങ്ങളാണ് ഇന്നത്തെ മാറ്റുലി. കാരണം എന്ന് വെച്ചാൽ നേതാക്കൾ നേരിട്ടിട്ട് ഒരു കലാപത്തിന് നേതൃത്വം നൽകുന്നില്ല എങ്കിലും കാരണം അക്രമകാരികളായ അനുയായികളെ രക്ഷിക്കുന്നതിൻ്റെ പിന്നിൽ നേതൃത്വം എന്തായാലും ഇടപെടും എന്ന ശുഭാപ്തി വിശ്വാസം അല്ലെങ്കിൽ ആത്മവിശ്വാസം ആക്രമങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം അണികളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന അക്രമങ്ങളെ നേതാക്കൾ എല്ലാ അർത്ഥത്തിലും ശക്തിയുക്തി എതിർക്കുകയും ഇവർക്ക് വേണ്ടി ഒരു കാലത്ത് ഒരു രാഷ്ട്രീയത്തിൻ്റെ പേരിലോ ഇവരെ രക്ഷിക്കാൻ വേണ്ടി ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോലും പോകാൻ തയ്യാറല്ല എന്നൊരു തീരുമാനത്തിൽ രാഷ്ട്രീയ നേതാക്കൾ എത്തുകയാണ്. നിശ്ചയമായും അണികളുടെ ഭാഗത്തുനിന്ന് സംഘർഷത്തിൻ്റെയോ കലാപത്തിൻ്റെയോ ചിന്താഗതി മാറുകയോ അതുവഴി നമുക്ക് വളരെ കലാപങ്ങളില്ലാത്ത ഒരു സംസ്ഥാനത്തിനെ നമുക്ക് സ്വപ്നം കാണാം എന്നുള്ള യാഥാർത്ഥ്യമാക്കാൻ തന്നെ കഴിയും. നേതാക്കന്മാർ വിചാരിച്ച കണ്ണൂരിൽ സമാധാനം ആത്മാർത്ഥമായിട്ട് വിചാരിക്കുകയാണെങ്കിൽ കണ്ണൂർ സമാധാനം ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അതുപോലെ തന്നെ ജനങ്ങളും ജനങ്ങളും വിചാരിക്കണം. രാഷ്ട്രീയക്കാർ മാത്രം വിചാരിച്ചപ്പോൾ ജനങ്ങളാണ് അതിനേക്കാളും കൂടുതൽ വിശ്വസിക്കുന്നത് കണ്ണൂർ. കാരണം കണ്ണൂർക്കാരൻ്റെ വിഷമം കണ്ണൂരിൽ നിന്ന് പുറത്തു പോയാലേ നമുക്ക് അറിയാൻ പറ്റും. കാരണം എനിക്കും ഒരുപാട് അനുഭവമുണ്ട്. അത് പലർക്കും ഉണ്ടായ അനുഭവം പോലെ. ഇപ്പോൾ കണ്ണൂരിന് പുറത്ത് പോയാൽ എവിടുന്നാണ് വരുന്നത് ചോദിച്ചാൽ പറയും കണ്ണൂരിന്. അപ്പോൾ അവരുടെ ഒരു നോട്ടവും ഭാവമൊക്കെ ഉണ്ട്. അതൊക്കെ വളരെ നമ്മളെപ്പോഴും ഒരു കണ്ണൂർക്കാരന് ഏറ്റവും വലിയ തീരാവേദനയാണ്. കണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം അവർ മറ്റ് ജില്ലകളിൽ പോയാൽ തെക്കൻ ജില്ലകളിൽ പോയാൽ കണ്ണൂരാണെന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേക രീതിയിലായിരിക്കും അവരുടെ പെരുമാറ്റം ഉണ്ടാകുന്നത്. ഒരു ഭയത്തോടു കൂടിയുള്ള ഒരു പെരുമാറ്റ രീതിയായിരിക്കും ഉണ്ടാകുക. കേരള സംസ്കാരത്തിന് യോജിച്ചതുമല്ല നമ്മൾ ഈ അക്രമ രാഷ്ട്രീയം. അതുകൊണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഭാവിയിലെങ്കിലും നല്ലൊരു തലമുറയെ അക്രമ രാഷ്ട്രീയത്തിന് അതീതമായ ഒരു രാഷ്ട്രീയ പ്രവർത്തകരെ വളർത്തിക്കൊണ്ടുവരുവാൻ സന്മനസ് കാണിക്കണമെന്നാണ് ഈ കാര്യത്തെക്കുറിച്ച് പറയാനുള്ളത്. മറ്റു ജില്ലകളിൽ നമ്മൾ ചെന്നാൽ അതൊരു പേടിപ്പിക്കുന്ന ഒരു സംഗതിയാണ് അവരിൽ നിന്ന് നമുക്ക് ഉളവാക്കാൻ സാധിക്കുന്നത്. പിന്നെ വേറൊന്ന് പറയാനുള്ളത് പറഞ്ഞാൽ അക്രമം തന്നെയാണ്. പിന്നെ യുവാക്കളിൽ അടിച്ചേൽപ്പിക്കുന്നത് ഒരു സംരംഭമാണ് അക്രമം. യുവാക്കളെ തമ്മിൽ തല്ലിക്കാനും പിന്നെ ഒരുപാട് സന്യാസിമാരും ഒരുപാട് ഗുരുജനങ്ങളും നമുക്ക് ഒരുപാട് അനുകരണീയമായ സന്ദേശങ്ങളും ഉത്ബോധനങ്ങളും തന്ന ഒരാളാണ് കേരളം. പൊതുവേ കണ്ണൂരിലെ ജനങ്ങൾ സമാധാന കാംക്ഷികളാണ്, സമാധാന പ്രിയരാണ്, വളരെയേറെ നല്ല ആൾക്കാരുമാണ്. പക്ഷേ ഇവിടെ രാഷ്ട്രീയ പ്രസ്ഥാനം കൊണ്ട് മാത്രം പരിഹരിക്കാൻ പറ്റുന്ന ഒരു പ്രശ്നമല്ലത്. രാഷ്ട്രീയത്തിന് അതീതമായി സന്നദ്ധ സംഘടനകൾ, അതുപോലെ നവോത്ഥാന പ്രസ്ഥാനങ്ങൾ, പുരോഗമന ചിന്താഗതികൾ, അതുപോലെ വിശാലമായ കാഴ്ചകളുള്ള സുമനസ്സുകളായ ഒരുപറ്റ ആൾക്കാർ തീർച്ചയായിട്ടും മുന്നിട്ടിറങ്ങിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ള ഈ അശാന്തിയും സമാധാനമില്ലായ്മയും അക്രമ രാഷ്ട്രീയവും മാറ്റിയെടുക്കാം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വർഗരാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കേണ്ട മൂല്യാധിഷ്ഠിത രാഷ്ട്രീയ പാർട്ടികൾ ഒരു കാരണവശാലും തൊഴിലാളികളെ കൊന്നൊടുക്കുന്ന ശൈലി അവസാനിപ്പിക്കണം എന്നുള്ളത് വളരെ വിനയത്തോടു കൂടിയുള്ള ഒരു അഭിപ്രായമായി ഞാനിവിടെ കാണുകയാണ്. മൊത്തത്തിൽ വിചാരിച്ചാൽ രാഷ്ട്രീയ സംഘടന വരുത്താൻ സാധിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം നേതൃത്വത്തിൻ്റെ അറിവോടുകൂടിയാണ് ഒഞ്ചിയത്ത് TP പദം നടന്നിട്ടുള്ളത് എന്ന് നമ്മുടെ കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികൾക്ക് വളരെയധികം ആ സംഭവം മനസ്സിലായതാണ്. കണ്ണൂർ ജില്ലയിലെ പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാൻ
CPM-മായി ചർച്ചയ്ക്ക് തയ്യാറാണ് എന്നുള്ള ഭഗവത്തിൻ്റെ പ്രസ്താവന സ്വാഗതാർഹമാണ്. അത് വെച്ചിരുന്ന പാർട്ടിയുടെ PB അംഗം സഖാവ് പിണറായി അതിനെ പ്രതികരിച്ചിട്ടുണ്ട്. ആത്മാർത്ഥത്തോട് കൂടിയിട്ടുള്ളതാണെങ്കിൽ അക്രമം അവസാനിപ്പിച്ചുകൊണ്ട് ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് ചർച്ചയ്ക്ക് പാർട്ടി തയ്യാറാണ് എന്നുള്ളത് ഒരു നല്ല പാർട്ടിയുടെ ഉയർന്ന നിലപാടായിട്ട് തന്നെയാണ് ഞങ്ങൾ കാണുന്നത്. നിങ്ങളുടെ സ്വപ്നഭവനം യാഥാർത്ഥ്യമാക്കാൻ ലോകപ്രശസ്ത നിർമ്മാതാക്കളുടെ സിമന്റ്, സ്റ്റീൽ, വയറിംഗ്, പ്ലംബിംഗ്, സാനിറ്ററി വെയർ, ബാത്റൂം ഫിറ്റിംഗ്സ്, പെയിന്റ് എന്നിവ തിരഞ്ഞെടുക്കാൻ KVDS മൈ സ്വീറ്റ് ഹോം മാത്തിൽ. വിലക്കുറവ്, ഗുണമേന്മ. KVDS മൈ സ്വീറ്റ് ഹോം, BSNL സമീപം, മാത്തിൽ. പ്രധാന വാർത്തകൾ വീണ്ടും. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കർഷക ജനദ്രോഹ നയങ്ങൾക്കെതിരെ വിവിധ കേന്ദ്രങ്ങളിൽ കർഷക പ്രതിഷേധ സന്ധ്യ. മാടായിപ്പാറയിൽ വീണ്ടും തീപിടുത്തം. പ്രദേശത്ത് ഫയർ സ്റ്റേഷൻ ആരംഭിക്കണമെന്ന ആവശ്യം ശക്തം. 10ാം തരം തുല്യതാ പരീക്ഷയിൽ സംസ്ഥാനത്ത് തന്നെ മികച്ച നേട്ടവുമായി സാക്ഷരതാ മിഷൻ പയ്യന്നൂർ വികസന കേന്ദ്രം. പെരിങ്ങളേട്ടം നടക്കുന്ന കുഞ്ഞിമംഗലം ശ്രീ വടക്കൻകുവൽ ഭഗവതി ക്ഷേത്രത്തിൽ വരച്ചുവെക്കൽ ചടങ്ങ് നടന്നു. വടക്കത്തി ഭഗവതിയുടെ കോലമണിയാൻ നിയോഗം രാജേഷ് പെരുവണ്ണാന്. നാട്ടിൻപുറങ്ങളിൽ വീണ്ടും നാടകവേദികൾ സജീവം. ഈ ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം.